إن كان في إيمانه قوة زيد في بلائه ഈമാൻ കടുകടുത്ത വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഹത്താ യദല്ലൽ ബലാഉ ബിൽ മുഅ്മിൻ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ. മക്കളിൽ പരീക്ഷണം, ശരീരത്തിൽ പരീക്ഷണം, അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ടോ ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു, ഒരുപാട് കടബാധ്യത, മക്കളെ കൊണ്ട് വിഷമം, വീടില്ല പ്രയാസമാണ്, അസുഖമാണ്, കടബാധ്യതയാണ്, മനസ്സമാധാനമില്ല. ആളാണെങ്കിലോ അള്ളാഹുവിനോട് 5 നേരവും പ്രാർത്ഥിക്കുന്നവര്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്, എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല. അബിശർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, അത് അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല. ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പരീക്ഷണങ്ങള്, നിരന്തരമായ പരീക്ഷണങ്ങള്, മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള്, ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല. ആ പ്രയാസങ്ങൾക്ക് പകരമായി അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത്, ഞാനോ നിങ്ങളോ അല്ല. അമ്പിയാക്കന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വനബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തെടുക്കാൻ നോക്കിയാൽ മുഅ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ. ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ, സജ്ജനങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ വിഷയം അതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഈ ഉമ്മത്തിന്റെ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ, അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം അല്ലാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിനതറിയാം. അബുൽ അറബി തമീമി അദ്ദേഹത്തിന്റെ കിതാബുൽ മിഹൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ അബ്ബാസി ഭരണാധികാരി ഖലീഫ അൽ മഹ്ദിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഖലീഫത്തുൽ മഹ്ദിയോട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ. മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക. അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം പറഞ്ഞു. അയാൾ സലാം അടക്കുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു, സലാം അടക്കുന്നില്ല. മൂന്നാമത്തെ തവണ ശരീഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി തങ്ങൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ സല്ലംതു അലൈക തലാതൻ ഫലം തറുദ്ദ സലാമി. 3 തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം അടക്കാതിരിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹ്, നിങ്ങൾ ഇവിടുന്ന് അനങ്ങരുത്.
ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാദുമാരെ, തലവെട്ടുന്ന ആളുകളെ, സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാ എന്നെ കൊല്ലുന്നത്? പറഞ്ഞു, ശരീഖേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അന്നക തതഉ ബിസാതി വഅൻത അന്നി മുഅരിദു. എന്റെ മുഖത്തേക്ക് നോക്കാതെ എന്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൊട്ടാരത്തിന്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു, എന്റെ മുഖത്ത് നോക്കാതെ. സ്വപ്നവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ പൊരുൾ? അവര് പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല, മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ്. ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ്. നിങ്ങളുടെ ആളല്ല, നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളോട് സലാം പറയും, പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത്. ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയാണ്. സുബ്ഹാനല്ലാഹ്. പുഞ്ചിരിച്ചു, തബസ്സം. എന്നെ കൊല്ലാൻ പോവാണല്ലേ? യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ റുയാക റുയാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താ കഥ? ഒരു മുസ്ലിമായ മനുഷ്യനെ വെറുതെ കൊല്ലേ. അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. പറഞ്ഞതാണ്, കൊല്ലാന്ന് പറഞ്ഞാൽ കൊല്ലും. അവിടെ ചോദിക്കാൻ, അപ്പീൽ പോകാൻ ആളില്ല. ഒരു മഹാപണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാവുക. പക്ഷെ അദ്ദേഹം അവിടെ പേടിച്ചില്ല. എന്താ അമീറുൽ മുഅ്മിനീൻ കേൾക്കുന്നത്? അതഖ്തുലുനി ബിറുയാ റഅയ്തഹു. നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ? നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത്? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഇതൊന്നും അവിടെ ചോദിക്കൂല ആരും. ഈ മഹാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത്? സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അമീറുൽ മുഅ്മിനീനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത്. ഓർമ്മ വേണം. ഒരു ആലിമിനുണ്ടായ അനുഭവമാണിത്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി അവിടെ വിറച്ചുപോയില്ല. രാജാവേ, നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങള്, അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ? നിങ്ങളാരാ? ഇബ്രാഹിം നബിയോ യൂസുഫ് നബിയെ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഅ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ? ഞങ്ങൾ പറയുമായിരുന്നു, അഫ്ളലുൽ ജിഹാദ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മസമരം കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ, അതാണത്രേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു. പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദിയോട് മഹ്ദി എന്ന് പറയുന്ന ഈ ഭരണാധികാരി എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു.
മഹാനവറുകൾ അവിടെ നിന്ന് എഴുന്നേറ്റോടി. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേ, അഫറഅയ്തും അഅജബ മിൻ ഹാദർ റജുൽ, ഈ രാജാവിനോളം വിചിത്രനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? യുരീദു അൻ യഖ്തുല ഇംറഅൻ മുഅ്മിനൻ ബിറുഅയാ റആഹാ, കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ. ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു. ഇവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസാണ്, ഹദീസിന്റെ റാവിയാണ് ശരീഖ് എന്നവരെ, ഹദീസിന്റെ റിപ്പോർട്ടറാണ്. ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ മഹാനായ അഅ്മശ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മഹാന്റെ ചരിത്രം പറയുമ്പോ തർജുമയുടെ ആലിമീങ്ങൾ, തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, ട്രാൻസ്ലേഷൻ അർത്ഥമുണ്ട്, പക്ഷേ ബയോഗ്രഫി എന്നാണ് നമ്മുടെ കിതാബ് ഉപയോഗിക്കുന്ന ശൈലി. അതാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ മഹദിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖലീഫ മഹദിയുടെ മുമ്പിലേക്ക് ഈ ശരീഖ് എന്നവരെ ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ശരീഖേ അനങ്ങരുത് കേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ, ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള്. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട്, അബ്ബാസിയായ ഭരണാധികാരിയോട്, അബൂ ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ആ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ രാജാവേ, حدثني شريك عن الأعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم. മുത്തുനബിയുടെ ഒരു ഹദീസ് ഈ ശരീഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീഖ് ഉദ്ധരിക്കുന്നു അഅ്മശിൽ നിന്ന്, അഅ്മശ് എന്നവരെ സാലിം എന്നവരിൽ നിന്ന്, സാലിം എന്നവരെ തൗബാൻ എന്ന സ്വഹാബിയിൽ നിന്ന്. എന്താ നബി പറയുന്ന ഹദീസ് എന്നറിയുമോ? ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും, استقيموا لقريش ما استقاموا لكم فإذا زاغوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم. ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപ്പം അപകടകരമാണ്. എന്താ ഹദീസിന്റെ സാരം എന്നറിയോ? ഭരണാധികാരി ഖുറൈശിയ. നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇതാണ്, ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും. ഖുറൈശികളായ ഭരണാധികാരികൾ അവർ നേരെ ചൊവ്വ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം. ഫഇദാ സാവൂ, ഖുറൈശികളായ ഭരണാധികാരികളെങ്ങാനും വഴിതെറ്റുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിങ്ങൾ വാൾ വെക്കണം. ആ ഭരണാധികാരികളെ നിങ്ങൾ തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ ശരീഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ? ഈ രാജാവ് ഖുറൈശികളെ നേരെ പോവാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി. ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപിഴച്ച ജീവിതമുള്ള ആളാണ്. ഇവരെങ്ങാനും പിഴച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് നബി തങ്ങൾ പറയുന്നു എന്നായി പറയണത്. റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പരിഭാഷ വായിച്ചിട്ട് പറയാ, ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ. ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിബിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ്. എപ്പോഴാ സമ്മതം എന്നറിയോ? ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ. അവരെങ്ങാനും മുസ്ലിമായ ഒരു ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാജ്യം, ആ ഭരണാധികാരി വ്യക്തമായ ഇസ്ലാം വിരുദ്ധ കുഫറോ മതനിഷേധമോ യുക്തിവാദമോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഹദീസിനെ ചേർത്ത് വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീഖനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീഖ് എന്നവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബൂ ഉമയ്യ. രാജാവ് ചോദിച്ചു, ശരീഖേ അത് ശരിയാണോ? രാജാവ് വെറുതെ പറഞ്ഞ അതിന്റെ ഉദ്ദേശം അതല്ല എന്നർത്ഥം.
അപ്പൊ ഇയാൾക്ക് പണി കിട്ടി. കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത്. ശരീക്കെന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആള് പറഞ്ഞു, രാജാവേ, ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ ഹദീസ് ശരീക്കിൽ നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ, ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ, അലയ്യ അന്ന ഹുജ്ജ ബൈത്തല്ലാഹി മാഷിയൻ, ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും. അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യും. ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ്. ഇല്ലേ, ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിന് പോകും. പിന്നെ എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ കൊടുക്കും. ശരീക്കെ എന്താണ് ഈ കേൾക്കുന്നത്? ശരീഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രാജാവേ, ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അയാളുടെ ദേഹം അയാൾക്ക് മീതെ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു. രാജാവ് വിചാരിച്ചു, ഇയാളുടെ ദേഹം മാ അലൈഹി, അലയ്യ മാ അലൈഹി, അറബിയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാളുടെ ദേഹത്തുള്ളത് എന്നതിന്റെ വ്യംഗ്യമായ അർത്ഥം. മാ അലൈഹി, അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാൾ എന്താ പറയണത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി. രാജാവ് വിചാരിച്ചു, ഓ, വലിയ പണ്ഡിതനല്ലേ ഈ പറയണത്. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും, ഇയാളും ശരീക്ക് എന്നവരും സ്വന്തം സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് എന്നാ രാജാവ് വിചാരിക്കുന്നത്. പക്ഷെ അബൂ ഉമയ്യക്ക് പിടുത്തം കിട്ടി. ശരീക്ക് എന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാന്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം, അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രം ഉദ്ദേശിച്ചത്, ഹജ്ജിന് നടന്നു പോകുന്നതോട് ഉദ്ദേശിച്ചില്ല. ഇയാളെ പറഞ്ഞു, രാജാവേ, ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത്. അയാൾ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, തെളിയുകയാണെങ്കിൽ, ഞാനുട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം, അതാണ് പറയുന്നത് കേട്ടോ. രാജാവ്, ശരീക്കെ, നിങ്ങൾ സത്യം ചെയ്തു പറയണം, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. അതിൽ പല സത്യങ്ങളും ആലിമീങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ, ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ, അല്ലേ? കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാൽ അത് കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ്, വിധി പറഞ്ഞു, ശരിയാണ്. അത് വെച്ച് നമുക്കത് ഹലാലാവോ? ശറഇൽ ഹറാം ഹറാമുകളല്ലേ? എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണത്, അത്രയും ഗുരുതരമായ കുറ്റമാണത്. ശറഇന്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അത് ആലിമീങ്ങൾക്ക് വിളിച്ചു പറയണം, പണ്ഡിതന്മാരത് പറയും. അത് പറയും, ഒരുപക്ഷെ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. അതൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രശ്നമല്ല.